കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിന്നും ട്രാൻസ്പോർട്ടിൽ കയറി. ഞാൻ എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ മുതിർന്ന വനിതകൾ എഴുതിയിരുന്ന സീറ്റിന് താഴെ 2 കുട്ടികളും ഒരു പുരുഷനും ഇരിപ്പുണ്ടായിരുന്നു. അവനോട് ഞാൻ ഒന്ന് ചോദിച്ചു, ഇത് മുതിർന്ന വനിതകൾക്കുള്ള സീറ്റാണല്ലോ, ഒന്ന് എഴുന്നേപ്പോൾ ആയിരുന്നെങ്കിൽ ഇരിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ മൈൻഡ് ചെയ്തില്ല. പിന്നെ കൂടുതൽ വഴക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ചോദിച്ചില്ല. പെരുമ്പാവൂർ എത്തിയപ്പം എനിക്ക് തൊട്ട് മുമ്പിലൊരു സീറ്റ് കിട്ടി. ഞാൻ അവിടെ ഇരുന്നു. അവിടുന്ന് നിറയെ ബംഗാളികളും ഒക്കെ ആയിട്ട് ബസ് ഭയങ്കര തിരക്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഒരു കുട്ടി കയറി കഴിഞ്ഞപ്പം ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിൻ്റെ ഇടയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഈ ബോർഡ് കണ്ടപ്പം ഇയാളോട് ചോദിച്ചു, ഇത് മുതിർന്ന വനിതകൾക്കുള്ള സീറ്റാണല്ലോ, ഒരാൾ ഏക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇരിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ആദ്യം മൈൻഡ് ചെയ്തില്ല. ഒന്നുകൂടെ ചോദിച്ചു. അന്നേരം അവൻ കേട്ട ഭാവം വെച്ചില്ല. മൂന്നാമത് ശാലം ഒച്ച ഉയർത്തി ചോദിച്ചു, എനിക്ക് അവകാശപ്പെട്ട സീറ്റല്ലേ ചോദിക്കണേ. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് അസഭ്യം പറഞ്ഞുകൊണ്ട്, നിന്നെ ഞാൻ ഇരുത്താടി എന്നുള്ള മട്ടിൽ ഒരു അസഭ്യം പറഞ്ഞുകൊണ്ട് അവൻ തൊട്ട് ഫ്രണ്ടിലെ സീറ്റിൽ അവൻ്റെ ഭാര്യ ഇരിപ്പുണ്ടായിരുന്നു. ആ ഭാര്യ അവൻ വിളിച്ച് എഴുന്നേപ്പിച്ച് അവൻ ഏറ്റിട്ട് അവിടെ ഇരുത്തിയിട്ട് വൈഫ് എഴുന്നേറ്റ സ്ഥാനത്തേക്ക് ഈ കുട്ടി ഇരിക്കാനായിട്ട് ചെന്നപ്പം അവൻ കൈ വെച്ച് തടഞ്ഞുകൊണ്ട് വേറൊരു കുട്ടിയെ കയറ്റി അവിടെ ഇരുത്തി. ഇവിടെ നിന്നെ ഞാൻ ഇരുത്തൂല്ലടി, നീ ഇരിക്കണേ, എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കരമായിട്ട് അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവളെ വെല്ലുവിളിച്ചപ്പോൾ അവളും, ഞാനൊരു വക്കീലാണ്, ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും, ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാളും എന്നാൽ നീ കേസ് കൊടുക്കടി എന്നുള്ള മട്ടിൽ അയാളുടെ ഭാര്യയെ വിളിച്ചേച്ച് പറഞ്ഞു, അടിക്കടി ഇവിടെ എന്ന് പറഞ്ഞു. ആ ബസ്സിലുള്ള മുഴുവൻ ആൾക്കാരും കേട്ടു അവൻ പറയുന്നത് അടിക്കടി ഇവിടെ. അത് ആ പറഞ്ഞ നിമിഷം തന്നെ ആ ഭാര്യ ചാടി എഴുന്നേറ്റുകൊണ്ട് തന്നെ അവളുടെ കർണത്തിൻ്റെ അടിക്കുകയില്ല. ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട സംഭവമാണ്. അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അടി കൊണ്ട കുട്ടി ഒന്ന് ആകെ അപ്സെറ്റായി. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഇടപെട്ടു. പിന്നെ കണ്ടക്ടർ വന്നു, ആ കുട്ടിയെ മുമ്പിലോട്ട് മാറ്റി നിർത്തി. അതാകെ വിഷമിച്ച് മുമ്പിൽ പോയി നിന്നു. കഴിഞ്ഞിട്ട് ഇവൻ ഓരോ അസഭ്യങ്ങളും ചീത്തവാക്കുകൾ, കള്ളു കുടിച്ചിട്ടാണോ കയറിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണോ, ഓരോ പെണ്ണുങ്ങൾ കയറിക്കോളും, തൻ്റെ അടികൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരു പെങ്കൊച്ചതിൻ്റെ അവകാശം ചോദിച്ചതിന് പകരമായിട്ട് ആ ബസ്സിൽ നിന്നുള്ള പീഡനങ്ങൾ മുഴുവൻ ഏൽക്കേണ്ടി വന്നു. അവൻ്റെ കൂടെ കൂടാൻ കുറച്ച് പേര്. അതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്ക് അവൻ ആകെ ഷൈൻ ചെയ്യുന്ന രീതിയിൽ ഓരോന്ന് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം നാണക്കേട് കൊണ്ട് ആ കുട്ടി തളർന്ന് ആ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് വീണപ്പം ഞാനാണ് എഴുന്നേൽപ്പിച്ച് എൻ്റെ സീറ്റിൽ ഇരുത്തി അതിന് ഒരാളോട് വെള്ളവും മേടിച്ചു കൊടുത്ത് അതിൻ്റെ ഫോണും അറ്റൻഡ് ചെയ്ത്. അപ്പോഴത്തേക്ക് ഫോൺ കോൾ വന്നു. അതും ആ ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത അത്ര അത് അവശതയായിരുന്നു. ഞാനാണ് ആ ഫോണും അറ്റൻഡ് ചെയ്തത്. മൂവാറ്റുപുഴ വരെ ഞങ്ങൾ അതിനെ കൊണ്ടുവന്നു. മൂവാറ്റുപുഴ വന്നപ്പം അത് ഇറങ്ങി പോവായിരുന്നു. ബസ്സിനകത്ത് വേറെ യാതൊരു സംഭവങ്ങളും ആരും, പെണ്ണുങ്ങളൊക്കെ ഇത്രയും പേരുണ്ടായിട്ട് ഞാൻ ഉൾപ്പെടെ ആരും അതിൻ്റെ ഭാഗം പറയുകയോ ഒന്നും ചെയ്തില്ല. കണ്ടക്ടറോട് ചോദിച്ചപ്പോഴും കണ്ടക്ടർ പറയണം എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ള രീതിയിൽ കണ്ടക്ടറും സംസാരിച്ചു. ഒരു പെൺകുട്ടിയെ തേജോവധം ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ആ പെൺകുട്ടിയെ അയാൾ തേജോവധം ചെയ്തു. ഇതാണ് സത്യം. ഇനി കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാറ്റി മറിച്ച് പറഞ്ഞാലും ഇത് തന്നെയാണ് ബസ്സിനുള്ളിൽ സംഭവിച്ചത്. അന്നെന്താ പോലീസിൽ പരാതി ആയിട്ട് പോവാത്തതും മൊഴി കൊടുക്കാത്തതൊക്കെ? അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മൊഴി കൊടുക്കും. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്. പിന്നെ എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ഭീതി കൊണ്ടും കൂടെയാണ് പയ്യെ ഞാൻ ഉൾവലിഞ്ഞ് നിന്നത്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒരു സമയത്ത് പ്രതികരിച്ചു. കാരണം ആ കുട്ടി തലകറങ്ങി വീണപ്പോൾ എല്ലാവരും പറഞ്ഞു അവളുടെ അഭിനയമാണ്, അവളുടെ ആൾക്കാരെ കാണാറായപ്പോഴത്തേക്ക് അഭിനയിക്കുവാന്ന്. അപ്പം ഞാൻ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞല്ല, എല്ലാവരും കൂടി ഒരു പെങ്കൊച്ചിനെ ഹറാഷ് ചെയ്ത് ഈ പരുവത്തിലാക്കി, ഇത് നമ്മുടെ നാടിൻ്റെ കുഴപ്പമാണ്, എന്നിട്ട് ഇനി അഭിനയിക്കുവാന്നും കൂടെ പറഞ്ഞു. ഒറ്റണം മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ആരും മിണ്ടിയില്ല. അത്രയും ഞാൻ പറഞ്ഞു. ഞാൻ ആ പ്രതികരിച്ച് അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. എന്നിട്ടും വീണ്ടും വന്നു പേപ്പറിൽ തലതിരിച്ച് ന്യൂസ് കണ്ടപ്പോഴും വിഷമമായിരുന്നു. TV ചാനലിലെ ചർച്ചകളിലും എല്ലാം തിരിച്ച് ഈ അനിൽ എന്ന് പറയുന്ന ആ വ്യക്തി TV-യിലിരുന്ന് പറയുന്നത് ഞാൻ കണ്ടു. അവൻ എത്രയോ സൗമ്യനായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ അവനും ഭാര്യയും കൂടെ സംസാരിക്കണ കേട്ടപ്പോൾ ആ സമയത്ത് എനിക്ക് അവനോട് തോന്നിയ വൈരാഗ്യം. ആ സമയത്ത് ആ ബസ്സിൽ വെച്ച് എനിക്ക് അവനോട് തോന്നിയത്, ആരെങ്കിലും ഇവനിട്ടൊന്ന് കൊടുത്തിരുന്നെങ്കിൽ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ബസ്സിലുള്ള ആണുങ്ങൾ ആരും അവനെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു എനിക്ക് ആ TV-യിൽ. അതുകൂടാതെ അവൻ ഇത്രയും നുണ സംഭവങ്ങൾ ഇങ്ങനെ മാറ്റിമറിച്ച് പറയണ കണ്ടപ്പോൾ എന്ത് വന്നാലും വേണ്ടില്ല പ്രതികരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് തുറന്നു പറയാൻ തയ്യാറായത്. നിലവിൽ ഇതിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്.
റെജീനെ തിരിച്ചു മർദ്ദിച്ചു അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. റെജീനയ്ക്ക് ഞാനും കണ്ടു റെജീന കുട്ടിയെ പിടിച്ചു വലിച്ചു ഇതാന്നൊക്കെ പറഞ്ഞു. അതൊന്നും സംഭവിച്ചിട്ടില്ല. റെജീനയ്ക്ക് അവൾ വാക്ക് തർക്കിച്ചു എന്നുള്ളത് ശരിയാണ്, കേസ് കൊടുക്കുന്നു പറഞ്ഞതും ശരിയാണ്. പിന്നെ അടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് പ്രതീക്ഷിച്ചില്ല, അവൾ ആകെ ഒന്ന് സ്തംഭിച്ചു പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പൊ തന്നെ കണ്ടക്ടർ വന്ന് റെജീനയെ വേറൊരാളും കൂടെ കൂട്ടി മുന്തി തള്ളി മുമ്പിലോട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തിരിച്ചടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അവന്റെ ഈ മാധ്യമങ്ങളിൽ കാണുന്ന അനിൽ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ്. അതും അവൻ പറഞ്ഞടുപ്പിച്ചതാണ്. ഒരാളിനും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് അവൻ കാണിച്ചത്. അവന്റെ സീറ്റേന്ന് അവൻ ഏറ്റുമാറി അവൻ ഇരിക്കുന്ന വൈഫിനെ, നിൽക്കുവാണെങ്കിലും വേണ്ടില്ല, വേറൊരു സീറ്റേൽ ഇരിക്കുന്ന വൈഫിനെ ബലമായിട്ട് പിടിച്ച് അവിടെ ഇരുത്തുക, പിന്നെ അവളെ കൊണ്ട് തന്നെ ഒരു പെണ്ണിനെ അടുപ്പിക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് കണ്ടിട്ടും പ്രതികരിക്കാൻ ആരുമില്ലാതെ ഇപ്പൊ നേരെ ഓപ്പോസിറ്റായിട്ട് എല്ലാവരും പറയുക. ഇത് സത്യത്തിന് നേരെ വിരുദ്ധമാണ്. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിന് പ്രതികരിക്കാൻ ഞാൻ ഇറങ്ങിയത്.